ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ നദികൾ എന്ന ഭാഗത്തു നിന്നും കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലിയ നദി കബനിയാണ് അല്ലേ. കബനി നദിയാണ്. കപില എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു അല്ലേ. ആകെ നീളം എത്രയാണ്? 240 കിലോമീറ്ററാണ് കബനിയുടെ നീളം. അതിൽ കേരളത്തിലൂടെ ഒഴുകുന്നത് 57 കിലോമീറ്റർ ആണ് കേട്ടോ. വയനാട് ജില്ലയിൽ കൂടി ഇത് ഒഴുകുന്നു. കബനി നദിയുടെ ഉത്ഭവം എവിടെയാണ്? തൊണ്ടാർമുടി, വയനാട്. അപ്പോൾ തൊണ്ടാർമുടി വയനാടിലാണ് കബനി ഉത്ഭവിക്കുന്നത്. പതനം എവിടെയാണ്? കാവേരി നദിയിലാണ് പതിക്കുന്നത് കേട്ടോ. കർണാടക ജില്ലയിലെ കാവേരി നദിയിലാണ് പതിക്കുന്നത്. മാനന്തവാടി പുഴയും പനമരം പുഴയും കൂടിച്ചേർന്ന് കബനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? മാനന്തവാടി പുഴയും പനമരം പുഴയും കൂടിച്ചേർന്ന് കബനി എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരളത്തിലെ ഏക നദീദ്വീപായ കുറുവാദ്വീപ് കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്നു. കബനി നദിയുടെ പോഷക നദിയായ കരമനത്തോട് നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ്? ബാണാസുര സാഗർ ആണ് കേട്ടോ. കർണാടകയിലെ നാഗർഹോള ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കബനി നദിയുടെ തീരത്താണ്. അപ്പോൾ കർണാടകയിലെ നാഗർഹോള ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കബനിയുടെ തീരത്താണ്. കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി കബനിയാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന ഏക നദി കബനിയാണ്. കർണാടകയിൽ ഉത്ഭവിച്ചിട്ട് കേരളത്തിലേക്ക് ഒഴുകുന്ന ഏതാണ്? വളപട്ടണമാണ്. അപ്പോൾ കർണാടകയിൽ നിന്നും ഉത്ഭവിച്ചിട്ട് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി വളപട്ടണം പുഴയാണ്. അടുത്തത് പാമ്പാറാണ്. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും ചെറിയ നദി. ആകെ 31 കിലോമീറ്റർ നീളമുള്ള ഈ നദിയുടെ 25 കിലോമീറ്റർ കേരളത്തിലൂടെ ഒഴുകുന്നു. തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇരവികുളം, മയിലാടി, തീർത്ഥമല, ചെങ്കല്ലാർ, തേനാർ എന്നിവയാണ് പ്രധാന പോഷക നദികൾ. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ബൊന്മൂരിൽ നിന്നും ഉത്ഭവിക്കുകയും തമിഴ്നാട്ടിലെ കാവേരിയിൽ പതിക്കുകയും ചെയ്യുന്ന നദിയാണ് പാമ്പാറ്. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഏതിലാണ്? പാമ്പാറിലാണ് കേട്ടോ. പാമ്പാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറയൂർ കാടുകളിലൂടെയും ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെയും ഒഴുകുന്ന കേരളത്തിൽ നദി ഏതാണെന്ന് ചോദിച്ചാൽ പാമ്പാറാണ്. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പോഷക നദിയാണ് അമരാവതി. അപ്പോൾ പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പോഷക നദിയാണ് അമരാവതി എന്നത്. അടുത്തത് ഭവാനിയാണ്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നു. ആകെ നീളം 217 കിലോമീറ്റർ ആണ്. അതിൽ കേരളത്തിലൂടെ ഒഴുകുന്നത് 38 കിലോമീറ്റർ ആണ് കേട്ടോ. പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്നു ഈ നദി. ഉത്ഭവം നീലഗിരി കുന്നുകളിൽ നിന്നുമാണ്. അപ്പോൾ ഭവാനി ഉത്ഭവിക്കുന്നത് നീലഗിരി കുന്നുകളിൽ നിന്നുമാണ്. പതനം കാവേരി നദിയിലാണ്, തമിഴ്നാട് കേട്ടോ. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത് ഈ നദിയിലാണ്. ഭവാനി പുഴ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നത് സ്ഥലമാണ് കൽക്കണ്ടിയൂർ. ഏതാണ്? കൽക്കണ്ടിയൂരാണ്. ശിരുവാണി, വരയാർ എന്നിവയാണ് പ്രധാന പോഷക നദികൾ. ശിരുവാണി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്നു. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കാനായി നിർമ്മിച്ച അണക്കെട്ട് ശിരുവാണിയിലാണ് സ്ഥിതി ചെയ്യുന്നത്.